ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭയായിട്ട് എവൻഗേലിയനായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 36 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ ആണ്. സുവിശേഷം ക്രിസ്തുവിനോട് കൂടെ എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാർ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ലൂക്കോസ് സുവിശേഷകൻ ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 36 വാക്യത്തിൽ അവിടെ ചില സംസാരങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിന് തൊട്ടു മുൻപുള്ള വേദഭാഗം എമ്മൗസിലേക്ക് പോയ ക്ലയോപ്പാവിനെയും സഹശിഷ്യനെയും വിശ്വാസത്തിൽ ഉറപ്പിച്ച് യെരുശലേമിലേക്ക് അയക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവർ തിരിച്ച് യെരുശലേമിൽ വരുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പറയുന്നു. ഈ വേദഭാഗത്ത് നിന്നും സുവിശേഷത്തെക്കുറിച്ച് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സുവിശേഷം എന്നത് സമാധാനത്തിൻ്റെ അനുഭവമാണ്. സുവിശേഷം എന്നത് സമാധാനത്തിൻ്റെ അനുഭവം ആണ്. യേശുക്രിസ്തു അവരുടെ നടുവിൽ വന്ന് നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നു. ഇന്ന് നാം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സമാധാനത്തോടെ ജീവിക്കണം എന്നത്. സമാധാനമായി ഇരിക്കുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങനെ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. മനുഷ്യർ തരുന്ന സമാധാനം നശ്വരമാണെന്നും ദൈവം തരുന്ന സമാധാനം ശാശ്വതമാണെന്നും നമുക്ക് ഈ വേദഭാഗത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാരെ അഭിമുഖീകരിക്കുമ്പോഴൊക്കെയും പറയുന്ന ആദ്യത്തെ വാക്ക് നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ്. ചിന്തകനായ ഒരു മനുഷ്യൻ സമാധാനത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നാം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സമാധാനം എന്നുള്ളത്. അതിൽ ആഗ്രഹത്തെ ഉപേക്ഷിക്കുകയും എന്നിലുള്ള അഹംഭാവത്തെ ഉപേക്ഷിക്കുകയും ചെയ്താൽ സമാധാനം താനെ കൈവരും എന്ന് അദ്ദേഹം പറയുന്നു. സുവിശേഷം എന്ന് പറയുന്നത് നല്ല വാർത്തയാണ്. അപ്പോൾ സമാധാനത്തിൻ്റെ നല്ല വാർത്തയാകുവാനായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മെ വിളിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട് സുവിശേഷം എന്ന് പറയുന്നത് വിശ്വസിക്കുവാനായിട്ടുള്ള സമയം ആണ്. യേശുക്രിസ്തു അവരുടെ നടുവിൽ വന്ന് നിന്നതിന് ശേഷം അവർക്ക് പല അങ്കലാപ്പുകൾ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അവർ ഇത് ക്രിസ്തു തന്നെയാണോ എന്നറിയുവാനായിട്ടുള്ള ഒരാകാംക്ഷയിലാണ്. ഇവിടെ ഈ വേദഭാഗത്ത് പറയുന്നു, ഭൂതത്തെ കണ്ടതുപോലെ അവർ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു അവരോട് പറയുകയാണ്, നിങ്ങളുടെ സംശയം എന്തിനാണ് പൊങ്ങുന്നത്? ഞാൻ തന്നെ ആകുന്നു. എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ എന്ന് പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു ഇത്രയും പറഞ്ഞതിന് ശേഷവും വിശ്വസിക്കാതെ അതിശയിച്ച് നിൽക്കുന്ന ശിഷ്യന്മാരെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വിശ്വസിക്കുവാനായിട്ടുള്ള സമയമാണ് നല്ല വാർത്ത അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറയുന്നത്. ഇന്ന് യേശുക്രിസ്തുവിൽ അമിതമായിട്ട് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കണ്ണിന് മുൻപിൽ വരുന്ന ഓരോ കാഴ്ചകളും ദൈവഹിതാനുസരണമുള്ള കാഴ്ചകളാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ട് ഉണ്ട്. അതിനുശേഷം അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി താൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് യേശു അവരെ പഠിപ്പിക്കുകയാണ്. അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അവർ വറുത്ത മീനും തേൻകട്ടയും
ക്രിസ്തുവിന് കൊടുക്കുന്നു. യേശു ക്രിസ്തു അത് കഴിച്ച് അവരെ വിശ്വസിപ്പിക്കുകയാണ്, ഇത് ഞാൻ തന്നെയാണ്, നിങ്ങളുടെ ഗുരുനാഥൻ തന്നെയാണ് എന്ന് അനുഭവത്തിലൂടെ പ്രവൃത്തിയിലൂടെ ക്രിസ്തു അവർക്ക് കാണിച്ച് കൊടുക്കുകയാണ്. മൂന്നാമതായിട്ട് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു, സുവിശേഷം എന്ന് പറയുന്നത് തിരിച്ചറിവുകൾ ഉണ്ടാകേണ്ട സമയം ആണ്. യേശു ക്രിസ്തു മോശയും പ്രവാചകന്മാരും ന്യായപ്രമാണവും എന്താണ് പറഞ്ഞത് എന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ച് കൊടുക്കുന്നു. 45-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തിരുവെഴുത്തുകളെ അറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ തിരിച്ചറിവുണ്ടാകുന്നതാണ് നല്ല വാർത്ത എന്ന് പറയുന്നത്. പാപപങ്കിലമായ ഈ ലോകത്തിൽ നല്ല തിരിച്ചറിവുകളോടെ സുവിശേഷത്തിന്റെ വാഹകരായി നിലനിൽക്കണം എന്നീ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാലാമതായിട്ട് ഈ വേദഭാഗം നമ്മോട് പറയുകയാണ്, സുവിശേഷം എന്ന് പറയുന്നത് സാക്ഷികൾ ആകുവാനായിട്ടുള്ള ക്ഷണം ആണ്. ഇവിടെ പറയുന്നു 48-ാമത്തെ വാക്യത്തിൽ, ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. ഈ സംഭവിച്ചതിനൊക്കെയും നിങ്ങൾ സാക്ഷികൾ ആകുന്നു. മലയാളത്തിൽ സാക്ഷി എന്ന പദത്തിന്റെ അർത്ഥം ശരിയായ അക്ഷികൾ ഉള്ളവൻ എന്നുള്ളതാണ്. അതായത് നല്ല കണ്ണുള്ളവൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ കണ്ട കാര്യങ്ങളെ പറ്റി സാക്ഷ്യം പറയുന്നവരായി തീരണം എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറയുന്നു. അപ്പോൾ യെരുശലേം എന്ന പട്ടണം ഇതുവരെ അവർക്ക് ഭീതിജനകമായ അവസ്ഥയാണ് സമ്മാനിച്ചിട്ടുള്ളത്. യഹൂദന്മാരെ പേടിച്ച് ഒരു മുറിയിൽ അടച്ചിരിക്കേണ്ടി വന്ന പുരുഷാരമാണ്, ശിഷ്യ സമൂഹമാണ്. എന്നാൽ ക്രിസ്തു അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ നഗരത്തിൽ തന്നെ പാർക്കണം. ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭയപ്പെട്ടതിനെ ദൈവം അനുഗ്രഹമാക്കി തീർക്കും എന്നീ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 4 ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കുവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഒന്നാമതായിട്ട് പറഞ്ഞു, സുവിശേഷം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ അനുഭവം ആണ്. നല്ല വാർത്ത എന്ന് പറയുന്നത് സമാധാനത്തിന്റെ അനുഭവം ആണ്. രണ്ടാമതായിട്ട് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സുവിശേഷം എന്ന് പറയുന്നത് വിശ്വസിക്കുവാനായിട്ടുള്ള സമയം ആണ്. വിശ്വാസത്തിന്റെ നല്ല വാർത്തകളായി തീരണം എന്നീ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു, സുവിശേഷം എന്ന് പറയുന്നത് തിരിച്ചറിവിന്റെ അവസ്ഥയാണ്. ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ടുള്ള ക്ഷണമാണ് സുവിശേഷം. അതാണ് നല്ല വാർത്ത എന്ന് പറയുന്നത്. നാലാമതായിട്ട് പറയുന്നു, സുവിശേഷം എന്ന് പറയുന്നത് സാക്ഷികൾ ആകുവാനായിട്ടുള്ള ക്ഷണം ആണ്. അങ്ങനെ ക്രിസ്തുവിന്റെ സമാധാനത്തിന്റെ വാഹകരായി, ക്രിസ്തുവിൽ വിശ്വസിച്ച്, ക്രിസ്തുവിനെ അനുഭവിച്ച്, ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.